ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? നമുക്കേ ഒന്ന് നാട് വരെ പോയാലോ? നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും നാട്ടിലെത്തി ഏകദേശം ഒരു 2 മാസമായിട്ടുണ്ടാവും കേട്ടോ. യുദ്ധം പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബഹ്റൈൻ എയർപോർട്ട് ക്ലോസ്ഡ് ആയിരുന്നു. സൗദി വഴിയാണ് കേട്ടോ നമ്മൾ നാട്ടിലെത്തിയത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഏർലി മോർണിംഗ് 6:30 എക്സിബിഷൻ സെൻറ്ററിൽ നിന്നായിരുന്നു കേട്ടോ നമുക്ക് സൗദിയിലേക്കുള്ള ബസ്. അങ്ങനെ വെളുപ്പിന് തന്നെ അവിടെ എത്തി. ഫ്രണ്ട്സിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ സൗദിക്ക് വണ്ടി തിരിച്ചു. നാട്ടിലേക്കുള്ള യാത്രകൾ വെച്ച് നോക്കുമ്പം ഇതൊരു വ്യത്യസ്ത യാത്ര തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്താൻ നല്ലോണം വൈകിയത് എനിക്കറിയാം. നാട്ടിലേക്കുള്ള വരവ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ വന്നെത്തി ചെയ്ത് തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് വളരെ ലേറ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിയത്. നാട്ടിലേക്കുള്ള യാത്ര എല്ലാവർക്കും സന്തോഷമുള്ളതാണ്. പക്ഷെ എനിക്കെന്തോ ഇവിടം വിട്ട് പോകുമ്പോഴാണ് ചെറിയൊരു മിസ്സിങ്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. നമ്മൾ വേറൊരു രാജ്യത്ത് പോയി താമസിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടും സെക്യൂറൊക്കെ ആക്കുന്നത് അവിടെ നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ തന്നെയാണ്. നമ്മൾ വളരെ ചെറുതായിട്ട് പോയിന്റിൽ നിന്ന് ഡൈവേർട്ടായി. അഗൈൻ ബാക്ക് ടു ദ ടോപ്പിക്. അങ്ങനെ സൗദി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സൗദി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൾഫ് എയറിൻ്റെ സർവീസാണ്. ആ ടൈമിൽ ഗൾഫ് എയറിൻ്റെ സർവീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവർ തന്നെയാണ് ബസ് സർവീസും എയർപോർട്ട് ഡ്രോപ്പും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി സൗദി എത്തി. ഇനി എയർപോർട്ട് ലക്ഷ്യം വെച്ചുള്ള പോക്കാണ്. അപ്പോൾ ബാക്കി എയർപോർട്ടിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. വീഡിയോ ഇത് ഫുൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ലെങ്ത് ആയി പോവും, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.